മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടും? ഇപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കറിയാം എത്ര കിട്ടും? ബേബിക്ക് ഇപ്പോൾ കിട്ടണത് 27,720 രൂപ. അതെ. അപ്പം അങ്ങനെ ഒരു 5 വർഷം കൊണ്ട്, ഒരു പരമാവധി 5 വർഷം കൊണ്ട് ആ ശമ്പളത്തിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റുന്നത് ഒരു ചിലവെല്ലാം കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയൊക്കെ വരാൻ വഴിയുള്ളൂ. സമ്പാദിച്ചാൽ കണക്ക് നോക്കണ ഞാനാണ്. ബേബി എനിക്ക് ബേബി പോലും അല്ല, ബേബിയുടെ കൂടെയുള്ള ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള മുത്തുവാണ് പലപ്പോഴും ആ കവർ എനിക്ക് കൊണ്ടുതരും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മുമ്പത്തെ ജൂലൈ വരെ സമ്പാദിച്ചിട്ടില്ല. പണ്ട് ബേബി MP ആയിരിക്കുമ്പോൾ 12 വർഷം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ 1000 രൂപ വെച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സമ്പാദ്യം കുറച്ച് നേരത്തെ, കാരണം ഇപ്പോൾ മകനെക്കുറിച്ച് പറയുമ്പോൾ മകൻ ബേബിയുടെ അതേ പാതയാണ് പിന്തുടരുന്നത്. ഞാൻ മകൻ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനൊരു ജോലിയൊക്കെ ആവും, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഈ സമ്പാദ്യത്തിൻ്റെ ആവശ്യമില്ല. എന്തായാലും ഞങ്ങൾക്ക് വീടുണ്ടാവില്ല. അപ്പോൾ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ അങ്ങനെ മോനും അങ്ങനെ സമ്പത്തിൽ താല്പര്യമില്ലാത്ത ആയതുകൊണ്ട് ഞങ്ങൾ സമ്പാദിച്ചില്ല. പക്ഷെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അതുവരെയുള്ള പൈസ പിന്നെ മിക്കവാറും ആരെങ്കിലും സഹായിച്ചോ, ആരെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ചിലപ്പോൾ ഓല മെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് വല്ല ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങനെ ആ ഡെപ്പോസിറ്റ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ചാരിതാർത്ഥ്യമുണ്ട്. പലപ്പോഴും മന്ത്രിയായി ഒരു 5 വർഷം മന്ത്രിയായിരിക്കുന്ന ഒരാൾ പിന്നീട് വലിയ വീട്ടിൽ വാഹനത്തിൽ സ്ഥിരം സഞ്ചരിക്കാവുന്നുള്ള സാമ്പത്തിക സുരക്ഷയോടെ ജീവിതകാലം മുഴുവൻ കഴിയുകയും മക്കൾക്ക് ചിലപ്പോൾ അച്ഛൻ്റെ സമ്പാദ്യമായി നല്ലൊരു തുക ബാക്കി വയ്ക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ പൈസ അവർക്കുണ്ടാവും? ഒരു മന്ത്രിക്ക് വരുമാനം എങ്ങനെ ഉണ്ടാവും? അത് ബേബി സാറ് പറയട്ടെ, കാര്യം അദ്ദേഹം മന്ത്രിയാ. അതിന് മുന്നത്തെ സംഭവം എനിക്ക് ഈ സമ്പത്തിന്റെ കാര്യം വന്നപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, വാടക വീടുകളിൽ ബേബി താമസിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്തൊക്കെ, ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് ബേബി. പക്ഷെ ഇതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമെന്ന് വെച്ചാൽ ബേബിക്ക് പോലും അറിയുന്നുണ്ടാവില്ല. ഞാനിങ്ങനെ ഇവരുടെ ഈ ഫാമിലി ഒന്ന് ട്രീഡ് ഒന്ന് നോക്കിയപ്പോൾ ബേബിയുടെ അച്ഛൻ വരുന്നൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ. അതെ, ഓക്കെ. അല്ല, അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് അത് വേണ്ടെന്ന് വെച്ചിട്ട് വന്നിട്ടില്ല. 100 കണക്കിന് ഏക്കറെല്ലാം മാർക്സ് വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു തരം പ്രിമിറ്റീവ് അക്യുമുലേഷനാണ്. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടേതുമാണ്. ഓരോ കാലഘട്ടത്തിൽ ഓരോ കൃത്രിമങ്ങളിലൂടെ ഓരോരുത്തർ കൈയടക്കിയതാണ്. ഞാൻ രാജാവാണെന്നുണ്ട് ഈ ഭൂമിയെല്ലാം എൻ്റെതാണെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവർ പറയുന്ന ഇത്രയും ഭൂമി നിനക്ക് തന്നിരിക്കുന്നു, എന്നിട്ട് 500 ഏക്കർ മറ്റേ ആൾക്ക് പതിച്ചു കൊടുത്തു. ഇതൊക്കെ ഭൂമി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം പോലെ, കാറ്റുപോലെ, പ്രകൃതിയിലെ മറ്റ് വിഭവങ്ങൾ പോലെ എല്ലാ മനുഷ്യർക്കും, ജീവജാലങ്ങൾക്കും, പൂവിനും പുഴുവിനും ഒക്കെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. വൈക്കം മുഹമ്മദ് ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, ദൗർഭാഗ്യവശാൽ ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ അശ്ലീലം എന്താണെന്ന് ചോദിച്ചാൽ സ്വകാര്യ സ്വത്താണ്. സ്വകാര്യ സ്വത്തിനോടുള്ള ഭ്രമമാണ്. പോട്ടെ, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ അതിൽ അപ്പച്ചൻ്റെ ഭാഗത്തുനിന്നും അമ്മയുടെ ഭാഗത്തുനിന്നും മോശമല്ലാത്ത സ്വത്തുള്ള കുടുംബങ്ങളായിരുന്നു അവർ. പക്ഷെ അപ്പച്ചൻ കല്യാണം കഴിക്കുമ്പോൾ എടുത്തിരുന്ന ഒരു വ്രതം വീട്ടിൽ നിന്ന് ഷെയർ ഒന്നും വാങ്ങുകയില്ല, അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു സ്ത്രീധനവും വാങ്ങില്ല എന്നുള്ളതായിരുന്നു. എന്നിട്ട് വാടക വീട്ടിൽ മാസം തോറും കിട്ടുന്ന ശമ്പളം ആ മാസം ചിലവഴിച്ച് അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഏറ്റവും സാഹസികമായൊരു ജീവിത രീതിയാണ്. എല്ലാവർക്കും പിന്നെ ഒരു തുണ്ട് ഭൂമിയും ഒരു ചെറിയ വീടും ഒക്കെ ഉണ്ടാകുന്നതിന് അതൊരു ദോഷവുമില്ല. എൻ്റെ നാട്ടുകാരനായിട്ടുള്ള തിരുനെല്ലൂർക്കാരനായൻ എഴുതിയിട്ടുണ്ട്, സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും ചാർത്തി. അതൊരു പാവപ്പെട്ട ഒരുവൻ്റെ ഒരുവളുടെ ഒരു സ്വപ്നമാണത്. അതിനകത്തൊന്നും ഞാൻ പിന്നെ തെറ്റ് കാണുന്നില്ല. പക്ഷേ ധീരതയുള്ളവർക്ക് ഈ ഭൂമിയാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാകും, നല്ലതാണ്. ഈ രാഷ്ട്രീയ രംഗത്ത് വരുന്നവരും മറ്റ് പല മേഖലകളിലുള്ളവരും ഈ പല ദുർനടപടികളിലൂടെ സ്വത്ത് സമ്പാദിക്കുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രശ്നം തന്നെയാണ്. അത് എങ്ങനെ തടയാൻ കഴിയും, എങ്ങനെ തിരുത്താൻ കഴിയും എന്നുള്ളത് നമ്മൾ കൂട്ടായിട്ട് നോക്കേണ്ടതാണ്. ഇന്ന് അഴിമതിക്കെതിരായിട്ടുള്ള പല നിയമങ്ങളുമൊക്കെ നിലവിലുണ്ട്, പക്ഷെ അതൊന്നും കർശനമായി നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കരാറുകളുടെ ഭാഗമായിട്ട്
കമ്മീഷനുകൾ കൈപ്പറ്റുന്ന സമ്പ്രദായം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നും ഒരു പരിചയക്കാരനായിട്ടുള്ള ഒരാൾ സമീപിച്ചു, ഒരിടത്ത് അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള തലത്തിൽ ഞാൻ ചെയ്യാത്തത് ഈ അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. ഒന്നുകിൽ ഗവൺമെൻറ് സ്കൂളും എയ്ഡഡ് സ്കൂളുമാണുള്ളത്, അവിടെ എല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഫിസിക്കലി ചലഞ്ച്ഡ്, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ടൈപ്പ്, ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും +1 അപേക്ഷ കൊടുത്താൽ അവർക്ക് അഡ്മിഷൻ കൊടുത്തിരിക്കണം. അത് ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ പിന്നെ ഞാൻ ശുപാർശ ചെയ്ത ആർക്കും അഡ്മിഷൻ കിട്ടുന്ന പ്രശ്നമില്ല. പിന്നെ അൺഎയ്ഡഡ് സ്കൂളുകൾ, ആ സ്കൂളുകളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ വേറെ വഴി നോക്കിക്കോളൂ. അപ്പോൾ ഇതാളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അഴിമതി നടക്കുന്ന വഴിയും ഇതാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രവേശനങ്ങൾ, പിന്നെ കോളേജുകൾക്ക് അനുമതി കൊടുക്കൽ, സ്കൂളിന് അനുമതി കൊടുക്കൽ, കോഴ്സുകൾക്ക് അനുമതി കൊടുക്കൽ, ഇതൊക്കെ വെച്ചിട്ട് പൈസ. സ്ഥലം മാറ്റം വിദ്യാഭ്യാസ വകുപ്പിലെല്ലാം ഓൺലൈനാക്കിയിരിക്കുകയാണ്. പലർക്കും അറിഞ്ഞുകൂടായത്. വിദ്യാഭ്യാസ രംഗം സ്വിമ്മിംഗ് പൂളാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്, എന്ന് പറഞ്ഞാൽ കുളം. പക്ഷേ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ഈ രംഗത്ത് പലരും അവരുടെ ആദായ മാർഗങ്ങളായിട്ട് കണ്ടിട്ടുള്ളതിന് ക്ലിപ്പിടുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ചുമതല ഒഴിഞ്ഞു പോകുമ്പോൾ വളരെയധികം ആത്മസംതൃപ്തി ഉണ്ടാവും. അരുതാത്തൊരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു തൃപ്തിയോടുകൂടി നമുക്ക് പോകാൻ കഴിയും.